യാത്രക്കാരെ വലച്ച് ഇൻഡിഗോ വിമാന സർവീസുകൾ. തിരുവനന്തപുരം ഷാർജ ഇൻഡിഗോ വിമാനം വൈകുന്നു. പുലർച്ചെ 1:30 പുറപ്പെടേണ്ട വിമാനമാണ് വൈകുന്നത്. കൃത്യസമയം അറിയിക്കാതെ അധികൃതർ ഷാർജയിൽ എത്തി ജോലിക്ക് കയറേണ്ട യാത്രക്കാർ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് MS വീണ നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. വീണ, വല്ലാത്തൊരു ദുരിതമാണ്. നമുക്കറിയാം, ഈ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് വിമാനങ്ങളെ ആശ്രയിക്കുന്നത്. ഈ ഷാർജയിലേക്ക് പോകേണ്ടവർ ജോലിക്ക് കയറേണ്ട ഒരു ദിവസത്തിന്റെ തലേനാളൊക്കെ ആയിരിക്കും ടിക്കറ്റ് എടുക്കുക. പക്ഷേ ഇത് വിമാനം പുറപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഇത് എപ്പോൾ പുറപ്പെടുമെന്ന വിവരം പോലുമില്ല. പറയൂ വീണ, എന്താണ് അവിടുത്തെ നിലവിലത്തെ സാഹചര്യം? രാഖി, ഇൻഡിഗോ വിമാനത്തിൽ ഇതുവരെ ഇൻഡിഗോ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രതിസന്ധിക്കാണ് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. ഇതേവരെ കണ്ടിട്ടില്ലാത്ത വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. മറ്റിടങ്ങളിലും, അതായത് ഡൽഹി, അതുപോലെ തന്നെ കേരളത്തിൽ നെടുമ്പാശ്ശേരി, അതുപോലെ തന്നെ മറ്റ് വിമാനത്താവളങ്ങളിൽ സമാനമായ ഗതിയിലാണ് ഇപ്പോൾ യാത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിമാനങ്ങൾ അപ്രതീക്ഷിതമായ മുന്നറിയിപ്പുകളൊന്നും നൽകാതെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് 4 വിമാനങ്ങളായിരുന്നു പറക്കേണ്ടിയിരുന്നത്. പക്ഷേ എന്നാൽ 2 വിമാനങ്ങൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അതിൽ ക്യാൻസൽ ചെയ്ത വിമാനങ്ങൾ എപ്പോൾ സർവീസ് പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. രാവിലെ 1:05 പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം ഷാർജ വിമാനം വൈകുന്നു എന്നുള്ളൊരു അറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ യാത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. യാത്രയുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് പുലർച്ചെ മുതൽ തന്നെ, കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ, അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയതും യാത്രയ്ക്കായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങൾ നേടി, യാത്രകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി എയർപോർട്ടിൽ എത്തിയത്. എന്നാൽ വന്നതിന് ശേഷം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്കിടയിലാണ് വിമാനം വൈകുന്നു എന്നുള്ള ഒരു അറിയിപ്പ് ലഭിച്ചത്. എന്നാൽ മണിക്കൂറുകൾ നീണ്ടു വൈകുന്ന ഒരു സാഹചര്യം എപ്പോൾ പുറപ്പെടുമെന്ന ഒരു കാര്യത്തിൽ വ്യക്തമായിട്ടൊരു മറുപടി നൽകുവാൻ ഇൻഡിഗോ കമ്പനിക്ക് സാധിക്കുന്നില്ല. അതിനാൽ തന്നെ യാത്രക്കാരൊക്കെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ചില പ്രതിഷേധങ്ങൾക്ക് കൂടി കാരണം വെക്കുന്നുണ്ട് രാഖി. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. കമ്പനി ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം അടക്കവും 550 ഇൻഡിഗോ വിമാനം വൈകുന്നു എന്നുള്ളതാണ്. യാത്രക്കാരെ വലച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇൻഡിഗോ നടത്തിയിരിക്കുന്നത്. ഇതുവരെയും ആ വിമാനം എപ്പോഴാണ് പുറപ്പെടുക എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. ഷാർജയിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് വൈകുന്നത്.